നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മോദി കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. 11:40 നാമനിർദ്ദേശ പത്രിക മോദി സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായി കാലഭൈരവ ക്ഷേത്രത്തിൽ ഇപ്പോൾ മോദി സന്ദർശനം നടത്തുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നരേന്ദ്രമോദി ഇപ്പോൾ കാലഭൈരവ ക്ഷേത്രത്തിലെത്തി സന്ദർശനം നടത്തി. വാരണാസിയിൽ ഇന്നാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുക. 11:40 നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ക്ഷേത്ര സന്ദർശനം നടത്തുകയാണ് മോദി. അതിനുശേഷമാകും പത്രികാ സമർപ്പണത്തിലേക്ക് കടക്കുക. 18 കേന്ദ്രമന്ത്രിമാർ, 12 സംസ്ഥാന മുഖ്യമന്ത്രിമാർ അടക്കം വലിയൊരു നിര തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മോദി എത്തുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് നടത്തിയ എല്ലാ പരിപാടികളും ഇന്നും ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. രാവിലെ തന്നെ ഗംഗയിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തി, ആരതി അർപ്പിച്ചു. അതിനുശേഷം കാലഭൈരവ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിന് മുന്നോടിയായി മോദി ഘട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. കാലഭൈരവ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമാണ് വാരണാസിയിൽ ഉള്ളത്. എല്ലാ ഉചിതമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ എത്തി പ്രാർത്ഥന നടത്തിയിരിക്കണം എല്ലാ വാരണാസിക്കാരും എന്നൊരു വിശ്വാസം അവർക്കിടയിൽ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ സന്ദർശനം നടത്തുന്നത്. ഇതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം ചില അവകാശവാദങ്ങൾ നടത്തിയിരുന്നു. തന്നെ കാശിക്കാർ ഒരു ബനാറസിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നും ഗംഗ തന്നെ ദത്തെടുത്തിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ സന്ദർശനത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്ന് ഇനി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് പോകും. 11:40 അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ആ സമയം തിരഞ്ഞെടുത്തതും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ജ്യോതിഷികളുടെ നിർദ്ദേശം അനുസരിച്ചാണ്. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ അഭിജിത്ത് മുഹൂർത്തം അതാണ് ഇന്ന് വരുന്നത്. ഈ 11:40 അതാണ് ഈ 11:40 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നേരത്തെ വേണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 12 മുഖ്യമന്ത്രിമാരും ഒപ്പം കേന്ദ്രമന്ത്രിസഭയിലെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരും ഏതാണ്ട് 18ഓളം പേരുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം 25 ഘടകകക്ഷി നേതാക്കന്മാരും അദ്ദേഹത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി അനുഗമിക്കും. അതിനുശേഷം രുദ്രാക്ഷ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് അദ്ദേഹം വാരണാസിയിലെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഇത്തവണ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാരണാസിയിലെ ലക്ഷ്യം. അജയ് റായ് ആണ് കോൺഗ്രസിലെ അജയ് റായ് ആണ് ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന 2 ഇടങ്ങളിൽ മത്സരിച്ചെങ്കിൽ 2019 അദ്ദേഹം വാരണാസിയിൽ മാത്രമാണ് സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്നത്. 2024 വാരണാസിയിൽ മാത്രമാണ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇതിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് താൻ ഇത്ര വർഷമായിട്ട് ഏതാണ്ട് 10 വർഷമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയും അതിൻ്റെ ഫലമായി വാരണാസിയിലുള്ളവർ തന്നോട് കാട്ടുന്ന സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടും താൻ ഒരു വാരണാസിക്കാരൻ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാം അദ്ദേഹം ഈ ക്ഷേത്ര ദർശനത്തിനൊക്കെ ശേഷം ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണാനായി സാധിക്കുന്നത്. രാധാകൃഷ്ണൻ, ഇന്നലത്തെ റോഡ് ഷോ വലിയ ഇളക്കമുണ്ടാക്കിയോ അവിടെ? ഏതാണ്ട് 6 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരുന്നു ഈ റോഡ് ഷോ നീണ്ടു പോയത്. ആ റോഡ് ഷോ നീണ്ടുപോകുന്ന വഴികളിൽ BJP പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് അവിടെ എത്തിച്ചിരുന്നു. മാത്രമല്ല ഈ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരും എത്തിയിരുന്നു. BJPയെ സംബന്ധിച്ച് ഒരു 4 ഘട്ടങ്ങൾ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അവർ വിചാരിച്ച പോലെ പ്രത്യേകിച്ച് അവരുടെ ശക്തി മേഖലയെന്ന് അവർ കരുതിയ പലയിടങ്ങളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടില്ല. അതിന് 2 വിധത്തിൽ, ഒന്ന് പരസ്യമായിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തതെന്ന് വാദിക്കുമ്പോഴും BJPക്ക് ഉള്ളിൽ അത് സംബന്ധിച്ച് ചില എതിരഭിപ്രായങ്ങൾ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള 3 ഘട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു
ബൂസ്റ്റർ എന്ന രീതിയിലാണ് ഈ പ്രചരണത്തെ അവർ കണ്ടത്. പ്രധാനപ്പെട്ട ഈ 3 ഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ സീറ്റ് നേടി BJPക്ക് നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ഭരണത്തിലെത്തുക എന്ന ഒരു ആഗ്രഹം അത് വീണ്ടും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. മോദി ഫാക്ടർ രാജ്യത്തുണ്ട് എന്ന് വ്യക്തമാക്കാൻ BJP നടത്തിയ ഒരു ശ്രമം. അതിന് യോഗി ആദിത്യനാഥിനെ ഒപ്പം നിർത്തുന്നു. അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയമായിട്ട് ഉന്നയിച്ച ഒരു വിമർശനം BJP കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. 75 വയസ്സ് മോദിക്കാകുന്നു. ഇനി അടുത്തത് അമിത്ഷയാണ് അദ്ദേഹം സ്ഥാനം നൽകാനായിട്ട് പോകുന്നത്. യോഗി ആദിത്യനാഥിനെ 2 മാസം കൊണ്ട് പുറത്താക്കും അധികാരത്തിൽ നിന്നൊക്കെ എന്നൊക്കെ അമിത്ഷാ പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്, അങ്ങനെയല്ല, തങ്ങളുടെ പാർട്ടിയിൽ മറ്റൊരു പ്രശ്നവുമില്ല എന്ന സന്ദേശം ഗ്രൗണ്ടിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ യോഗി ആദിത്യനാഥിനെ ഒപ്പം നിർത്തിക്കൊണ്ട് മോദി ഈ വിധത്തിലൊരു റോഡ് ഷോ സംഘടിപ്പിച്ചത്. അത് സ്വാഭാവികമായിട്ടും BJP പ്രവർത്തകർക്കുള്ളിൽ ഒരു ആശയപരമായിട്ട് അവർക്ക് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൂടുതൽ സജീവമാവുകയും ചെയ്യുമെന്ന് അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് സ്ഥാപിക്കുക കൂടി ഇതുവഴി BJP ലക്ഷ്യമിട്ടിരുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യവും അവർ അതുവഴി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിച്ചിരിക്കുന്നു എന്നതും ഇന്നലെ നടന്ന ആ റാലിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതിൽ നിന്നും ഇനി ഇത് മാത്രമല്ല, ഈ റാലി മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നടത്തുന്ന റാലികളിലെല്ലാം യോഗി ആദിത്യനാഥിനെ ഒപ്പം നിർത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയുമായി ബന്ധപ്പെട്ട് RSSന് ചില എതിരഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇത് BJPയുടെ പ്രചരണം എന്നതിലുപരി മോദി മാത്രം മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന വിധത്തിലേക്ക് പ്രചരണം പോകുന്നു. അഥവാ ആശയങ്ങൾ, അടിസ്ഥാനപരമായിട്ട് ഉള്ള ആശയങ്ങൾ അത് മാറ്റി വെച്ചുകൊണ്ട് മോദിയുടെ അജണ്ട എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിമർശനം BJPക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ നിർദ്ദേശിച്ചിരുന്നത് യോഗി ആദിത്യനാഥിനെ കൂടുതൽ റാലികളിൽ പങ്കെടുപ്പിക്കണം, രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കണം എന്നൊക്കെയായിരുന്നു. പക്ഷേ ആദ്യ 3 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന ഇടങ്ങളിലേക്ക് യോഗി ആദിത്യനാഥിന് അങ്ങനെ വലിയ വേദി നൽകാനായിട്ട് BJP ദേശീയ നേതൃത്വം തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഫലം ഈ വോട്ട് കുറഞ്ഞത് രീതിയിൽ ഈ RSS ശക്തമായിട്ടുള്ള മേഖലകളിലൊക്കെ വോട്ട് കുറഞ്ഞതിൻ്റെ ഒരു ഫലം അതാണ് എന്ന നിഗമനവും ഉണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മുറിവുണക്കൽ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ഉള്ള പ്രവർത്തനം കൂടിയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ ഒപ്പം നിർത്തിക്കൊണ്ട്, അഥവാ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന വിധത്തിലേക്ക് ഇപ്പോൾ BJP അനുവർത്തിക്കുന്നത്. രാധാകൃഷ്ണൻ, ഈ ഏറ്റവും ഒടുവിലത്തെ 7ാം ഘട്ട വോട്ടെടുപ്പാണ് വാരണാസിയിൽ നടക്കുക. മോദിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങൾ ക്രമീകരിച്ചു എന്ന ആക്ഷേപവും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നിരുന്നു. എന്നാൽ എല്ലാ ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. വാരണാസിയിൽ നല്ല വോട്ടിംഗ് ഉണ്ടാകേണ്ടത് ഒരു അഭിമാന പ്രശ്നമായി മോദിയും BJPയും ഒക്കെ കാണുന്നുണ്ടാകില്ലേ? തീർച്ചയായിട്ടും ആണ് വേണു. കഴിഞ്ഞ തവണ വാരണാസിയിൽ 60% പോളിംഗ് ഉണ്ടായിരുന്നില്ല. 59% മാത്രമോ മറ്റോ ആയിരുന്നു വാരണാസിയിലെ വോട്ടിംഗ് നില ഉണ്ടായിരുന്നത്. മാത്രമല്ല ഉത്തർപ്രദേശിലെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നോക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ 60-ന് മേലെ എന്ന വിധത്തിലേക്ക് പോളിംഗ് പെർസെൻറ്റേജ് എത്തുന്ന ഒരു രീതി കാണുന്നില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും സമാനമായിട്ട് അല്പം ചില വ്യത്യാസങ്ങൾ മാത്രമേ ആ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ ഉള്ളൂ. അത് BJPയെ സംബന്ധിച്ച് അവർ പറയുന്ന ഈ രാമക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങൾ അനുകൂല ഘടകങ്ങളായി മാറും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വോട്ടിംഗ് നിരക്ക് എന്നുള്ളതാണ്. ഒപ്പം കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ 2019 കൂടുതൽ വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ എങ്ങനെയായാലും ഒരു 50,000 മുതൽ 1,00,000 വരെ പുതിയ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ കൂടി ചേർത്തിട്ടാണ് ഈ പെർസെൻറ്റേജ് കണക്കാക്കപ്പെട്ടത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്ത തങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൽ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു അവകാശവാദമാണ് BJP നടത്തുന്നത്. പക്ഷേ ഇതിൽ വസ്തുതാപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ BJPക്കുള്ളിൽ തന്നെ ഇതിലൊരു ആശങ്കയുണ്ട്. അത് മറികടക്കാൻ കൂടിയാണ് അവരുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. ശരി, രാധാകൃഷ്ണനിലേക്ക് വരാം. അല്പസമയത്തിനകം മോദി നാമനിർദ്ദേശ പത്രിക നൽകും. വാരണാസിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരണാധികാരിയുടെ മുന്നിലേക്ക് മോദി പോയി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഉള്ള വിവരങ്ങളിലേക്ക്